ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. വേറൊന്നിനുമല്ല, ഇവിടെ ഒരു പുഡിംഗ് കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ജഡ്ജസ്റ്റായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒരു 20ഓളം പുഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത്രയുമാണ് നമുക്കിതിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ളത്. അങ്ങനെ ഓരോ പുഡിങ്ങും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എപ്പോഴും പുഡിങ്ങിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ടെൻഡർ കോക്കനട്ട് ഉണ്ടായിരുന്നു, സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു, ടോഫി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര വെറൈറ്റി ആയിട്ട് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഇത് അവരെ ഫാമിലി മീറ്റിൽ നിന്ന് ഓർഗനൈസ് ചെയ്ത ഒരു കോൺടെസ്റ്റ് ആയതുകൊണ്ടാവാം ആരും അത് അത്രമാത്രം ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുക്കാതിരുന്നത്. പക്ഷേ അവരാൽ കഴിയും വിധം പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആയിരുന്നു കേട്ടോ ഓരോന്നും. എന്നാൽ ചില പുഡിങ്സ് ഒട്ടും തന്നെ പ്രസൻറ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയ ടേസ്റ്റിൻ്റെ അപാകത കൊണ്ടും കമ്പാരിറ്റീവ്ലി പറയാണ് കേട്ടോ. അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ പ്രൈസ് വിൻ ചെയ്യാതെ പോയത്. ഈ കപ്പ പുഡിങ്ങിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കപ്പ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ട്രഡീഷണൽ കളയാതെ അവർ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുഡിങ്സിലൊക്കെ ഏതായിരിക്കും വിൻ ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് വല്ല ഗസ്സും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ. നിങ്ങളെയും എൻ്റെയും ഗസ്സ് ഒരുപോലെയാണോ നമുക്കറിയാലോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു ജേണീസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ചധികം ടൈം എടുത്ത് തന്നെ ഞങ്ങൾ ആ 20ഓളം പുഡിങ്ങും 2 പേരും കൂടി ടേസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് 3 വിന്നേഴ്സിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ 20 പുഡിങ്ങിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു പുഡിങ്ങാണ് കേട്ടോ ഈ കാണുന്ന കർക്കിടക പുഡിങ്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, കർക്കിടക വാവിൻ്റെ അന്നാണ് കേട്ടോ ഈ പുഡിങ് കോൺടെസ്റ്റ് നടക്കുന്നത്. നിങ്ങൾ ഈ കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുമ്പം എത്ര എക്സ്പെൻസ് ഇട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതിലല്ല കേട്ടോ വിഷയം. ഇതുപോലെ ഡിഫറെൻ്റായി ചിന്തിച്ച് ജഡ്ജസ്റ്റിൻ്റെ കണ്ണിലേക്ക് നമ്മുടെ പുഡിങ് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് കേക്ക് ആയാലും ഏത് കോമ്പറ്റീഷൻ ഐറ്റം ആയാലും വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ഇതുപോലെ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇനിയും ഇതുപോലുള്ള കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കാം. നിങ്ങൾ ആ കോൺടെസ്റ്റിൽ വിൻ ചെയ്യുന്നുള്ളതോ എന്നുള്ളതല്ല കേട്ടോ കാര്യം, അതൊക്കെ സെക്കൻഡറി ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.